ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി റൈസാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റൈസ് നോമ്പുകാലമൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്ക് ബദാം ഇതുപോലെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മുന്തിരി ഇതുപോലെ ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് ഒരല്പം കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് കനം കുറച്ചിട്ട് വേണം അരിയാനായിട്ട്. ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇതുപോലെ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവാൻ വരുന്ന സമയത്ത് നമുക്കൊരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു 3-4 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-6 ഗ്രാമ്പു വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 8 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ചെറിയ തീയിൽ ഒരു 5-8 സെക്കൻഡ് വെച്ചിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി കനം കുറച്ച് മുറിച്ചിട്ടുള്ളത്, നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കപ്പ് റൈസ് കുതിർത്തതാണ്. ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് നേരം കുതിർത്തിയെടുത്താൽ മാത്രം മതി. കൂടുതൽ നേരം കുതിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ആയിട്ട് വെന്തു പോവും റൈസ്. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റ് നേരം മാത്രം കുതിർത്താൽ മതി. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് പാനിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം കുറച്ച് നേരം. റൈസ് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈസൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 125 ml കപ്പിന് 5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നോർമൽ വാട്ടറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് വരും. അത്രയും നേരം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്.
നമ്മളിപ്പോൾ ഇവിടെ റൈസ് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇതാ ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, റൈസൊന്നും ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. നല്ല എല്ലാം അരിയൊക്കെ എല്ലാം വേറെ വേറെ വിട്ട് തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഏകദേശം 1 സ്പൂൺ കൂടി നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ബദാം ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടെ അച്ചാറിൻ്റെ കൂടെയോ സാലഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കറിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള, നമ്മൾ കല്യാണത്തിനൊക്കെ ഓരോ വീട്ടിലൊക്കെ പോയാൽ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള റൈസാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.